നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് റിനുവിൻ്റെ ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയ ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. വല്ല കാര്യമുണ്ടോ? ശസ്ത്രക്രിയ നടക്കുന്നിടത്ത് മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതും അനസ്തേഷ്യ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മുൻപും ഈ ബിരുദൻ ഇതേ പണി ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. അത് വീഡിയോ കോൾ ചെയ്ത് വീട്ടിലേക്ക് എന്നാണ് അരുണിൻ്റെ വിശദീകരണം. വീഡിയോ കോൾ എടുക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ ടേബിൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊപ്പം റിനു ശ്രീധറുണ്ട്. റിനു, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ റിനു. അരുണിന് പണിയായി ഇല്ലേ? എന്താ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ ആഴ്ചയാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടക്കുന്നതിനിടയിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടുള്ള അരുൺ മൊബൈലിൽ ഈ സർജറി ചിത്രീകരിക്കുന്നത്. അപ്പോൾ തന്നെ സർജറി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർമാർ ഇത് ശ്രദ്ധയിൽപ്പെടുകയും സൂപ്രണ്ടിനെ അറിയിക്കുകയും ചെയ്തു. ഉടൻ സൂപ്രണ്ട് വിശദമായി തന്നെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പരിശോധനയിൽ അരുൺ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് തെളിഞ്ഞതിനെ തുടർന്ന് അയാൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഈ ആശുപത്രിയിൽ താൽക്കാലിക അനസ്തേഷ്യ ടെക്നീഷ്യനാണ് അരുൺ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ താൽക്കാലികമായി 30 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അരുൺ പറയുന്നത് താൻ ആശുപത്രിയിലുണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തി എന്ന് കുടുംബത്തെ വീഡിയോ കോൾ ചെയ്ത് അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമാണ് താൻ ചെയ്തത്. പക്ഷേ ദൃശ്യങ്ങളൊന്നും തന്നെ പകർത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യങ്ങൾ പകർത്തിയതായിട്ടാണ് ഈ അരുണിൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ സൂപ്രണ്ടിന് മനസ്സിലായത്. തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റിനു. റിനു ആണ് എത്തിയത്. ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാത്തരത്തും ക്യാമറ പിടിക്കാനുള്ളതല്ല, അതിന് ചില റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. അനാവശ്യമായി മറ്റുള്ള ഒരാളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് ആ അർത്ഥത്തിൽ നമ്മളിപ്പോൾ വാർത്തയ്ക്ക് വേണ്ടി സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യും, അതല്ല അതുമായി ബന്ധപ്പെട്ട്, അതാണെങ്കിൽ പോലും സ്വകാര്യതയെ ലംഘിക്കാൻ പാടില്ല എന്നാണ്.